ഹലോ ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നൊരു കൃഷി സംബന്ധമായിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഞങ്ങൾ കുറച്ച് തൈകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അത് നടുന്ന ഒരു പണിയാണ് കേട്ടോ. ഇന്ന് ഹസ്ബൻഡിന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഉച്ചവരെ ലീവാന്ന് പറഞ്ഞപ്പം അതെല്ലാം നടാൻ നിൽക്കുകയാണ്. അപ്പം ഇതേപോലത്തെ റമ്മാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് കേട്ടോ. എന്താ പശൻ്റെ എന്തോ ആണ് തോന്നുന്നുണ്ട്. എവിടുന്നോ അങ്ങനെ വാങ്ങിക്കൊണ്ടിരുന്നതാണ്. നമ്മളിതൊരു 350 രൂപക്കാണ് നമ്മൾ ഈ ഒരു പാത്രം വാങ്ങിയിട്ടുള്ളത്. ഇങ്ങനെ തന്നെ നമ്മൾ വാങ്ങൽ കേട്ടോ. ഇങ്ങനത്തെ പാത്രങ്ങൾ തന്നെയാണ് ഇതിന് ഉപയോഗിക്കാറുള്ളത്. ടെറസിൽ കുറേ തൈകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മേലെ വെക്കണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണിത് താഴെ തന്നെ വെക്കാനാണ് തീരുമാനിക്കുന്നത്. കാരണം മേലെ ആകുമ്പോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് ചെറിയ കുട്ടിയും കൂടെ ഉള്ളതിനെ കൂടെ എപ്പോഴും എനിക്ക് മേലെ കയറാൻ പറ്റില്ല. കുട്ടി കൂടെ തന്നെ കയറും. അപ്പോൾ ഇതിനിങ്ങനെ താഴെ നമ്മൾ ഹോളിട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ ഹോളിട്ട് കൊടുക്കേണ്ടത് സൈഡുകളിലാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ പാത്രങ്ങളും ഹസ്ബൻഡ് ഇങ്ങനെ ഹോളിട്ടെടുത്ത്, അപ്പം മോള് കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ മിക്സ്. നമ്മൾ മുന്നിലൂടെ ചാലുണ്ട്. ആ ചാലിൽ നിന്ന് മണ്ണ് എന്തായാലും മുഴുവായി കൊടുക്കണമല്ലോ മഴ ആകുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ അതിൻ്റെ പണിക്കാർ വരുന്ന സമയത്ത് നമ്മൾ മുറ്റത്തേക്ക് കോരി ഇടിപ്പിക്കണം, സൈഡിലെവിടെയും കൂട്ടിടും. അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ ചാമ്പ. അപ്പം ഈ പോട്ടി മിക്സിലുള്ളത് ആ ചാലിലെ മണ്ണ്, പിന്നെ ചകിരിച്ചോറ്, ചാണകപ്പൊടി. അപ്പം ഇതെല്ലാം സെറ്റാക്കി തരുന്ന ഹസ്ബൻഡാണ്, പക്ഷെ നടൽ ഞാൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ താഴെ ഓട്ട് കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുകയാണ്. കാരണം വെള്ളം ഊർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കെട്ടിക്കിടന്നാൽ നമ്മൾ ചെടിക്ക് ശീച്ചിൽ പറ്റും. അപ്പോൾ ആദ്യം ഇതുപോലത്തെ ചെറിയ പാത്രത്തിലാക്കിയിട്ട് പിന്നെ മരം വലിപ്പം വെക്കുന്നതനുസരിച്ച് നമ്മൾ വലിയ പോട്ടിലേക്ക് മാറ്റി കൊടുക്കണം എന്നാണ് കേട്ടോ പറയണത്. അപ്പോൾ ഇതേപോലെ ഇതിൽ നമ്മളിപ്പം ആ പ്ലാവിൻ്റെ തൈയാണ് വെക്കുന്നത്, വിയറ്റ്നാം മേളിൽ. അപ്പം നന്നായിട്ട് നോക്കുകയാണെങ്കിൽ 6 മാസം കൊണ്ട് കായ്ക്കും എന്നാണ് അവർ പറയുന്നത്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഒന്നുണ്ട്, പക്ഷേ അതെന്തോ ഇതായിട്ട് മുരടിച്ച് കിടക്കുകയാണ് ടെറസിൻ്റെ മുകളിൽ കേട്ടോ. അത് അത്രയായിട്ട് നന്നായി വരുന്നില്ല. അപ്പം നമ്മൾ പുതിയതൊന്ന് വാങ്ങാൻ ഉദ്ദേശിച്ച് അങ്ങനെ വാങ്ങിയതാണ്. അപ്പം ഇതൊക്കെ കടലാസും കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് ഒഴിവാക്കി തരും, പക്ഷേ ഞാനാണ് ടൈലിലേക്ക് വെക്കുക. എന്താണ് അതൊരു ഹസ്ബൻഡിനൊരു വിശ്വാസമാണ് ഞാൻ വെച്ചുണ്ടാവും എന്നുള്ള. അപ്പം ഞാനാണ് നടുന്നത്. ഓക്കെ. അപ്പം ഇതുപോലത്തെ തൈകളൊക്കെ എല്ലാവരും മുറ്റത്ത് ഓരോന്നൊക്കെ വാങ്ങി വെക്കുക. നമുക്കിപ്പോൾ വലുതൊന്നും വെക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോൾ എല്ലാ വീടുകളും കുറവായിരിക്കും. അപ്പോൾ ഇതേപോലത്തെ മിനിയേച്ചർ ആകുമ്പോൾ നമുക്ക് മുറ്റങ്ങളിലൊക്കെ വെക്കാനും സൗകര്യമാണ്. നമ്മളെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുകയും ചെയ്യും. ഇതാണ് എൻ്റെ മുളകിൻ്റെ തൈകൾ. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റാക്കി റെഡിയാക്കി വെച്ചു. ഇത് കാലാപ്പാടി പറഞ്ഞൊരു മാത്തയ്യാണ് കേട്ടത്. കാലാപ്പാടി തന്നെയല്ലേ? അതന്നെ. അതെല്ലാം സെറ്റാക്കി വെച്ചു. നമ്മൾ മുളകൊക്കെ നല്ല ഉഷാറായിട്ട്, ഇതൊക്കെ ടെറസ് മേലായിരുന്നു, താഴത്തേക്ക് ഇറക്കിയതാണ്. പിന്നെ ഇതൊരു ചാമ്പ. ഇത് നമ്മൾ സാധാരണ ചീരമുളകാണ് കേട്ടോ. ഇതിന് കിലോ പേര. അപ്പോൾ ഇതൊക്കെ മുറ്റത്ത് കാണുന്നിടത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. നമ്മൾ ഈ ചെടികളൊക്കെ കാണുന്നിടത്ത് തന്നെ വെക്കുമ്പോഴാണ് അവർക്ക് നല്ലൊരു വളർച്ചയും കാര്യങ്ങളും ഉണ്ടാവുക. അപ്പം പിന്നെ ഈ കാണുന്ന അരീക്കാപ്പാമ കുറച്ച് കൊടുക്കാനുണ്ട് കേട്ടോ. നമുക്ക് ഒരു തൈക്ക് നമ്മൾ 50 രൂപ വെച്ചിട്ടാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ ഒന്ന് മെസ്സേജ് അയക്കുക, കമൻറ്റ് ഇടുക. കമൻറ്റ് ചെയ്യുന്നവർക്ക് ഞാൻ നമ്പർ തരുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ കുറച്ച് തൈകളൊക്കെ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം ഒരു തൈക്ക് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി പ്ലാന്റ് ആണ്. താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.